2025 പൊതുവെ ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസുകാർക്ക് അത്ര നല്ല സമയമായിരുന്നില്ല. ഈ ധനനഷ്ടവും മാനഹാനിയൊന്നും ഇല്ലെങ്കിലും ഉദ്ദിഷ്ട കാര്യം അങ്ങോട്ട് നടന്നിട്ടില്ല. നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ് അനൗൺസ് ചെയ്തു, വന്നില്ല. ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് സീസൺ 3 വന്നില്ല. പക്ഷേ 2026 മുതൽ അങ്ങോട്ട് ഒരു 5 വർഷത്തേക്കൊന്ന് കൂട്ടിക്കോ, വരാനുള്ളത് ഗംഭീര സംഭവങ്ങളാണ്. അതും ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 5ലേറെ പ്രോജക്റ്റുകളാണ് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ യൂണിവേഴ്സിൽ നിന്നും വരാൻ പോകുന്നത്. 2026 തുടക്കം കൊണ്ട് തന്നെ ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സ് കുറച്ചുകൂടെ വലുതാകാൻ പോവുകയാണ്. 2026 ജനുവരി 18 നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ് സീസൺ 1 വരികയാണ്. GRR മാർട്ടിൻ്റെ തന്നെ ടെയിൽസ് ഓഫ് ഡങ്ക് ആൻഡ് എഗ് എന്ന നോവലിനെ ബേസ് ചെയ്താണ് ഈ സീരീസ് വരാൻ പോകുന്നത്. സർ ഡങ്കൻ ദ ടോൾ ആൻഡ് എഗ് എന്ന് വിളിക്കപ്പെടുന്ന ഏഗൻ ടാർഗേറിയൻ്റെയും ഒരു അഡ്വഞ്ചർ ആയിരിക്കും ഈ സീരീസ് കഥ പറയാൻ പോകുന്നത്. ടൈം ലൈൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗെയിം ഓഫ് ത്രോൺസ് നടന്ന ഇവൻസിന് ഒരു 100 വർഷം മുൻപും ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ ഇവൻസിന് 75 വർഷം ശേഷവുമാണ് ഈ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡംസിലെ ഇവൻസ് സംഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്ത വർഷം രണ്ടാമതൊരു ഐറ്റം വരുന്നുണ്ട്, ഒരു കൊലകൊല്ലി ഐറ്റം. 2026 സമ്മറിൽ ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 വരികയാണ്. സീസൺ 1 ഒരു വമ്പൻ ഹിറ്റും സീസൺ 2 അത്ര ഒരു വലിയ ജനകീയത നേടിയിട്ടില്ലെങ്കിലും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ദ ബാറ്റിൽ ഓഫ് ഗല്ലറ്റ്, ദ ബാറ്റിൽ ഓഫ് സ്റ്റംബിൾട്ടൺ അടക്കമുള്ള വമ്പൻ വാർ സീക്വൻസുകളാണ് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 വരാൻ പോകുന്നത്. 2026 മെയ് ജൂൺ സമയത്തൊക്കെ ആയിരിക്കും സീസൺ 3 റിലീസ് ചെയ്യാൻ പോകുന്നത്. അവിടെ തീരുന്നില്ല. ദ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസിൻ്റെ സീസൺ 2 2027 ഉണ്ടാകുമെന്ന് കൺഫേം ചെയ്തു. ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 4 2028 ഉണ്ടാകുമെന്ന് കൺഫേം ചെയ്തു. ഇനി അത് മാത്രമല്ല, ഇത് രണ്ടും അല്ലാതെ കുറച്ചധികം പ്രോജക്റ്റുകൾ ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിൽ നിന്ന് HBO വരാൻ പോകുന്നുണ്ട്. ഇത് ജോർജ് RR മാർട്ടിൻ തന്നെ കൺഫേം ചെയ്ത കാര്യമാണ്. അതിൽ ആദ്യത്തേത് ഗെയിം ഓഫ് ത്രോൺസ് ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, ഏറ്റവും കൂടുതൽ ഫാൻ ഫേവറേറ്റ് ആയ ഏഗൻ കോൺക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണ്. വലേരിയയുടെ പകർച്ചയ്ക്ക് ശേഷം തൻ്റെ സഹോദരന്മാർക്കൊപ്പം 3 ഡ്രാഗൺസുമായി വന്ന് ഏഗൺ എങ്ങനെയാണ് വെസ്റ്റോസ് കീഴടക്കുന്നത് എന്നതാണ് ഏഗൻ കോൺക്വസ്റ്റിൻ്റെ കഥ. പുസ്തകങ്ങളിലും സീരീസുകളുമായി മെൻഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഗെയിം ഓഫ് ത്രോൺ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും ബ്രൂട്ടൽ ആൻഡ് വയലൻ്റ് ആക്ഷൻ സീക്വൻസുകൾ, വാർ സീക്വൻസ് വരാൻ പോകുന്നത് ഏഗൻ കോൺക്വസ്റ്റിലായിരിക്കും. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ടൈം ലൈനിൽ ഏഗൻ കോൺക്വസ്റ്റ് സംഭവിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിലെ ഇവൻസിന് 300 വർഷം മുൻപായിട്ടാണ്. ഇതിനുശേഷം ഗെയിം ഓഫ് ത്രോൺ യൂണിവേഴ്സിൽ നിന്ന് വരാൻ പോകുന്ന അടുത്ത സീരീസ് 10,000 ഷിപ്സ് എന്നൊരു വെബ് സീരീസാണ്. എസ്സോസിൽ നിന്നും വാരിയർ ക്യൂവനായ നിമേരിയ എങ്ങനെയാണ് വെസ്റ്റ്രോസിലെ ഡോണിലേക്ക് വരുന്നതും അവിടെ അധികാരമുറപ്പിക്കുന്നതും എന്നുള്ള കഥയാണ് 10,000 ഷിപ്സിൽ പറയാൻ പോകുന്നത്. ഈ നിമേരിയ നിങ്ങൾ മുമ്പ് കേട്ട് കാണും. കാരണം നമ്മുടെ ആര്യ സ്റ്റാർക്കിൻ്റെ ഡയർവൂസിനിട്ട പേരാണ് നിമേരിയ. 10,000 ഷിപ്സ് എന്ന വെബ് സീരീസിൻ്റെ ഇവൻറ്റ്സ് സംഭവിക്കാൻ പോകുന്നത് ഗെയിം ഓഫ് ത്രോൺ സീരീസിൻ്റെ 1000 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയായിട്ടാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ 4 വെബ് സീരീസുകൾക്കും പൊതുവായിട്ടൊരു പ്രത്യേകതയുണ്ട്. എന്താ അത്? കാരണം ഈ 4 പ്രീക്വലുകളാണ്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ 300 വർഷം മുമ്പ്, 1000 വർഷം മുമ്പ്, 75 വർഷം മുമ്പ് ഇങ്ങനെ നടന്ന സംഭവങ്ങൾ. ഇതുവരെ ഒരു തവണ പോലും HBOയിൽ നിന്നോ ഗെയിം ഓഫ് ത്രോൺസ് സീരീസിൽ നിന്നോ ഗെയിം ഓഫ് ത്രോൺസിന് ശേഷം സംഭവിക്കുന്ന സീക്വൽ സീരീസുകൾ ഒന്നും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ഫാൻ ഫേവറേറ്റ് ആയിട്ട് ആൾക്കാർ കാത്തിരിക്കുന്ന ജോൺ സ്നോയുടെ ക്വസ്റ്റ് എന്ന പേരിൽ ഒരു സീക്വൽ വരുന്നെന്ന് പലതവണ പറഞ്ഞു കേട്ടെങ്കിലും അതൊന്നും എവിടെയും എത്തിയില്ല. പക്ഷേ ഇത്തവണ ജോർജ് RR മാർട്ടിൻ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്, ഒരു സീക്വൽ സീരീസ്, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഇവൻസിന് ശേഷം സംഭവിക്കുന്ന ഒരു സീക്വൽ സീരീസ് അണിയറ ഒരുങ്ങുന്നുണ്ട്. അത് മേ ബി ആര്യ സാറിൻ്റെ യാത്രയാവാം, ഇല്ലെങ്കിൽ ജോൺ സ്നോയുടെ യാത്രയാവാം. ഇനി രണ്ടുമല്ല, പുതിയൊരു ക്യാരക്ടറിനെ പറ്റിയുള്ള കഥയുമാവാം. ഇനി ഞാനീ പറഞ്ഞ അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകൾ ചിലപ്പോൾ വന്നില്ലെന്നും വരാം. കാരണം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺ യൂണിവേഴ്സിലെ ഫസ്റ്റ് ലോങ് വിൻഡർ, അതായത് ഏറ്റവും ആദ്യം വൈറ്റ് വാക്കേഴ്സ് അറ്റാക്ക് ചെയ്യുന്നൊരു സ്റ്റോറിയെ പറ്റി ഒരു സീരീസ് HBO ചെയ്തിരുന്നു. ബ്ലഡ് മൂൺ എന്നായിരുന്നു അവർ പേരിട്ടത്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ്, പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കണ്ടത് തൃപ്തിയായപ്പോൾ അവരതും ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ അനൗൺസ് ചെയ്തതെല്ലാം വരണമെന്ന് ഒരു നിയമവുമില്ല. പക്ഷേ ആഗ്രഹിക്കുക, വന്നാൽ സന്തോഷം, അത്ര തന്നെ. ഇനി ഈ ലൈവ് ആക്ഷൻ പ്രോജക്റ്റും അല്ലാതെ 2 ആനിമേഷൻ പ്രോജക്റ്റുകൂടെ ഗെയിം ഓഫ് ത്രോൺ ന്യൂസിൽ വരുന്നുണ്ട്. അതിലൊന്ന് സീ സ്നേക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രീക്വലും രണ്ടാമത്തേത് ദ ഗോൾഡൻ എംപയറിനെ പറ്റിയുമാണ്.
ഗെയിം ഓഫ് ത്രോൺസിലെ യൂണിവേഴ്സിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞ പ്രോജക്റ്റുകളെല്ലാം തന്നെ ഒന്നുകിൽ എച്ച്ബിഒയിലെ എക്സിക്യൂട്ടീവ്സ് പറഞ്ഞതോ അല്ലെങ്കിൽ എഴുത്തുകാരനായ ജോർജ് ആർ ആർ മാർട്ടിൻ തന്നെ പറഞ്ഞതിനോ ബേസ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ ഒന്നുമല്ലാത്ത പുതിയൊരു വെബ് സീരീസോ അല്ലെങ്കിൽ ഒരു മൂവി തന്നെയോ വരാൻ ചാൻസ് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസിനെ സംബന്ധിച്ച്, ഡ്രാഗുകളെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സീരീസ് ഞാൻ പറഞ്ഞതിൽ ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാമോ?